എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, ഇത് വലിയ വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എങ്ങനെയാണ് ഇത് ബൈഹാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഒരു സെഷനിൽ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സോറിൻ ആയിട്ടുള്ള നമ്മുടെ ലോ നമുക്കൊരിക്കലും കാണാതെ പഠിക്കാനായിട്ട് പറ്റില്ല. കാണാതെ പഠിക്കുന്നവരുണ്ട്, പക്ഷേ എന്നിരുന്നാലും നമുക്കതൊരു ഇതൊരു എക്സ്ട്രീമിറ്റിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ആർട്ടിക്കിളും നമ്മൾ എടുത്തിട്ട് വായിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ടവ മാത്രം നോക്കിയെടുക്കുക. പ്രധാനപ്പെട്ടവ എല്ലാം തന്നെ ഒരു ചെറിയൊരു നോട്ടായിട്ട് എഴുതി വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ സമീപിക്കേണ്ടത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്കിത് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയിലൂടെ തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രീഫായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിത് ഫ്രെയിം ചെയ്യുന്നത് മുതൽ പഠിക്കണം. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. അതെന്നായിരുന്നു? 9th December 1946. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ടൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം എഴുതി തിട്ടപ്പെടുത്തി നമ്മളതിനെ സ്വീകരിച്ചത് എന്നായിരുന്നു? 26th November 1949. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ രാജ്യത്തിന് സമർപ്പിച്ച് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആയതെന്നാണ്? 26th January 1950. അതുകൊണ്ടാണ് നമ്മളന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിങ്ങും ഫോം ചെയ്ത ദിവസവും ഒന്നായിരുന്നു. ഇപ്പോൾ 9th December 1946. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തപ്പോൾ ഒറിജിനലി, അത് 46-ലാണ് കേട്ടോ, ഫോം ചെയ്തപ്പോൾ ഒറിജിനലി എത്ര പേരുണ്ടായിരുന്നു? 389 ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം പാർലമെൻറ്റ് എന്ത് ചെയ്തു? ചുരുക്കി അല്ലേ. ആ ഒരു പാർട്ടീഷന് ശേഷം എന്താ സംഭവിച്ചത്? മെമ്പേഴ്സിൻ്റെ എണ്ണം ചുരുക്കി 299 മെമ്പേഴ്സായിട്ടത് മാറി. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് എപ്പോഴാണ്? സമയം എത്ര എടുത്തു നോക്കുക? 2 കൊല്ലം, 2 years 11 months and 18 days. അപ്പോൾ ഇതും ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരെഴുതി, ഏത് ഭാഷയിൽ എഴുതി എന്നുള്ളതാണ്. അപ്പം മെയിൻ ആർക്കിടെക്റ്റ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ പറയുന്നു അല്ലേ. അതുപോലെ തന്നെ ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അത് ഹിന്ദിയിലേക്കും പിന്നീട് അഡോപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രൂപം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യം എഴുതിയ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 395 ആർട്ടിക്കിൾസ് ആയിരുന്നു. 22 ഭാഗങ്ങളുണ്ടായിരുന്നു, 22 പാർട്സ്, അതോടൊപ്പം 8 സ്കെഡ്യൂളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 470 ആർട്ടിക്കിൾസ്, 472 ചില സോഴ്സുകൾ പറയുന്നുണ്ട് കേട്ടോ, 472 ആർട്ടിക്കിൾസും 25 പാർട്സും ഏകദേശം 12 സ്കെഡ്യൂളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിലുണ്ട്. നമ്മുടെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ 251 പേജായിരുന്നു. നമ്മൾ ആ എഴുതിയ വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ആരാണ്? പ്രേം ബെഹാരി നരൈൻ റൈസാദ. അദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. ഇനി ഇംഗ്ലീഷ് വേർഷൻ ഏകദേശം 1,17,369 വാക്കുകളും 255 പരം പേജുകളും ഉണ്ട് എന്നാണ് കണക്ക്. ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വളരെ യുണീക്ക് ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യമേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വേൾഡ്സ് ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് റിട്ടൺ, അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ, ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. അതായത് നമ്മുടെ ഏകദേശം 10-11 രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ, ഞാൻ ഇട്ട് തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫെഡറൽ സിസ്റ്റമാണ് അല്ലേ, നമുക്ക് കേന്ദ്രം തൊട്ട് പഞ്ചായത്ത് വരെ ഉണ്ട്, ഒരു ഫെഡറൽ സിസ്റ്റമാണ്. പക്ഷെ നമുക്കൊരു യൂണിറ്റിയും അവിടെ ഉണ്ട്, ഒരു ബയാസും ഉണ്ട്, യൂണിറ്ററി ബയാസും ഉണ്ട്. ഇനി പാർലമെൻ്ററി ഫോമാണ്, നമുക്ക് രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ്, ഒരു ബൈക്യാമറൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമുക്ക് ഇന്ത്യക്കാരൻ എന്നുള്ളത് ഇന്ത്യക്കാരൻ. നമുക്ക് ഓരോ സ്റ്റേറ്റിനും എന്തില്ല, ഓരോ അവകാശങ്ങളില്ല, ഓരോ പൗരത്വ അവകാശങ്ങളില്ല. അമേരിക്കയൊക്കെ ഉള്ളതുപോലെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒറ്റ രാജ്യം ഇന്ത്യൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെക്യുലറാണ്, അത് സെക്യുലർ സ്റ്റേറ്റാണ്. അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കുമാണ്. നമ്മൾ വോട്ട് ഇട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മതങ്ങളെയും നമ്മൾ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കൊരു നാഷണൽ റിലീജനും ഇല്ല അല്ലേ. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് കുറേ അവകാശങ്ങളുണ്ടല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് കുറച്ച് തത്വങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പം സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചില നിർദ്ദേശങ്ങളാണ്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്, DPSP. ഇനി നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ നമുക്ക് പോസിബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും ഇവിടെ വോട്ടവകാശം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ്. ഇനി നമുക്ക് നേരെ MCQയിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്? അതായത് നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം ലോ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ സുപ്രീം ലോ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 12, 13, 245, 141. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി തന്നെയുള്ളൊരു ഒരു ആർട്ടിക്കിളാണ് അല്ലേ. അത് 245 ആണ്, ആർട്ടിക്കിൾ 245. അപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ തന്നെ ഒരു യൂണിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് പ്രൈമർലി അപ്ലൈഡ് ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ്? ഏത് കോണ്ടെക്സ്റ്റിലാണ് ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, ഒത്തൊരുമ എന്നൊക്കെ പറയുന്ന കാര്യം? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്ന നോക്കിയേ. വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ തമ്മിലാണോ ഒരു വഴക്കുള്ളപ്പോഴാണോ? അല്ലെങ്കിൽ വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള 2 പ്രൊവിഷൻസ്, 2 കുഞ്ഞു കാര്യങ്ങൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണോ? അല്ലെങ്കിൽ വെൻ ദ എക്സിക്യൂട്ടീവ് ഫെയിൽസ് ടു ഇംപ്ലിമെൻറ്റ് ലോസ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ് അല്ലേ. പ്രസിഡൻറ്റ് ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോൾ. പക്ഷേ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രസിഡൻറ്റ് ഡയറക്റ്റ്ലി ലോ എന്ത് ചെയ്യുന്നില്ല, നിയമിക്കുന്നില്ല. അപ്പോൾ ആ ഓപ്ഷൻ പാടെ തെറ്റാണ്. ഇനി ഇൻ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്, അതായത് കേന്ദ്രവും സംസ്ഥാനവുമായിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണോ? എന്തിലായിരിക്കും? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ നമുക്ക് വേണ്ടത് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള 2 പ്രൊവിഷൻസ് തമ്മിൽ എവിടെയെങ്കിലും ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് നികത്താനായിട്ടാണ് നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉള്ളത്. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്, അത് എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, നോട്ട് ചെയ്യുക. 2019 provides for option A, constitutional status to National Commission for Backward Classes, 10% reservation for economically weaker sections, EWS, C, GST Council, D, right to education as fundamental right. ലാസ്റ്റ് ഓപ്ഷൻ എന്തായാലും അല്ല അല്ലേ, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്.
അപ്പോൾ എന്തായിരിക്കും? EWSൻ്റെ റിസർവേഷനാണ്. ഓക്കെ, ഇനി വിച്ച് ആർട്ടിക്കിൾ എനേബിൾസ് ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില കേസസിൽ അണ്ടർ സർട്ടൺ ഗ്രൗണ്ട്, അണ്ടർ സർട്ടൺ ഗ്രൗണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ചെറുതായിട്ട് മാറ്റാൻ പറ്റും. അത് ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്? 356 ആണോ, 368 ആണോ, 352 ആണോ, 370 ആണോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യുക. ആൻസർ എന്തായാലും 368 ആണ് കേട്ടോ. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 കേസ് കേട്ടോ. അപ്പം ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. ഈ സിഗ്നിഫിക്കൻറ്റ് ഫോർ വിച്ച് പ്രിൻസിപ്പിൾ? ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസ്? ഇത് IASനൊക്കെ സ്ഥിരമായിട്ട് ഒരു കേസ് സ്റ്റഡി പോലെ എടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കേശവാനന്ദ ഭാരതി. അതായത് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മെയിൻ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ലീസ് ചെയ്യാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയും ഇദ്ദേഹം കോടതിയിൽ പോവുകയും അവസാനം എന്തു പറഞ്ഞു? ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്ന് സ്ഥാപിക്കുകയും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കാര്യത്തിൽ തൊട്ട് കളിക്കാൻ അവകാശമില്ല എന്ന് ഒരു 12 ബെഞ്ച് അടങ്ങുന്ന സുപ്രീം കോടതി വിധി നൽകി. അതായത് കേശവാനന്ദ ഭാരതിയാണ് ആ കേസിൽ ജയിച്ചത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് തൊട്ട് കളിക്കാം, പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാനായിട്ട് പാടില്ല. അതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നൊരു സംഭവം. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിപ്പോൾ സെക്കുലറിസം, അതുപോലെ തന്നെ ജസ്റ്റിസ്, ലിബർട്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടും കൂടുതൽ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷേ അത് PSC ലെവൽ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഇനി ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ. നമ്മുടെ പ്രിയാമ്പിൾ അല്ലേ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് അല്ലേ പ്രിയാമ്പിൾ തന്നെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. 42nd അമെൻമെൻറ്റിലാണ് അത് മാറ്റിയിരിക്കുന്നത്. അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതിയാണ് കേട്ടോ, അത് മറന്നുപോലെ. അമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതി. ഇനി which directive principle has been implemented through MGN-REGA Act? MGN-REGA Act എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതെന്തൊക്കെയാണ്? ഈക്വൽ പേ ഫോർ വർക്കാണോ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ് ടു വർക്ക്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ടു വർക്കാണ്. അതായത് റൂറൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, റൂറൽ ഏരിയയിലുള്ള ആളുകൾ അവർക്കറിയാവുന്ന ജോലി ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെയാണ് നമ്മൾ MGN-REGA ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് സ്റ്റേറ്റ്സിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശ തത്വമാണ്. അതാണ് DPSP എന്ന് പറയുന്നത്. സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നതാണ്. റൂറൽ ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ജോലി ചെയ്യാൻ അവർക്ക് എന്തുണ്ട്? അധികാരം ഉണ്ട്. ഇനി വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് റിമൂവ്ഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്? ആദ്യം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് 6 എണ്ണം ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 11 എണ്ണം ഉണ്ട്. അതിൽ 11ാമത്തെ ഡ്യൂട്ടി ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് അത് ആഡ് ചെയ്തിരിക്കുന്നതെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി റൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് അത് മാറ്റി. എത്രാമത്തേലായിരിക്കും? 44th അമെൻമെൻറ്റിലാണ് അത് മാറ്റിയത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ABC അറിഞ്ഞിടാത്തവർക്ക് വരെ ഇത് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 10 ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ഗ്യാരണ്ടി ചെയ്യുകയാണ് കിട്ടിയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അറിയാത്തവർക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ അമെൻമെൻറ്റും എന്താണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് പഠിക്കാം. ഇനി ദ ടേം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്ലുവൻ്റ് ആയിട്ട് വരാനായിട്ട്, അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളിലാണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ? ഇതൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി കേൾക്കുന്ന ടേംസാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ന്യൂസൊക്കെ കാണുമ്പോൾ കേൾക്കും, ഇതൊക്കെ എന്തോ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും.
അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയമം വഴി മാത്രമേ നമ്മൾ നടപടിക്രമങ്ങൾ ചെയ്യാവുള്ളൂ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളാണെന്നാണ് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 21st ആർട്ടിക്കിളിലാണ് നമ്മൾ ലോ, അതുപോലെ തന്നെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഈ പറഞ്ഞ പോലെ സംഗതികളെല്ലാം വരുന്നത് 21st ഓക്കെ. 21st ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ലോ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ യൂണിഫോം സിവിൽ കോഡ്? ഏക സിവിൽ കോഡ്. അതും നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ് അല്ലേ? അത് ഏത് ആർട്ടിക്കിളായിരിക്കും? തന്താനെന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. ആർട്ടിക്കിൾ 44 തന്നെയാണ്. നമ്മൾ കുറച്ച് മുന്നേ 44 ആർട്ടിക്കിളിനെ പറ്റി ഒരു സംഭവം പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതും വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. 97th ആണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എഡ്യൂക്കേഷൻ, പഞ്ചായത്തി രാജ്, ഫ്രീ ലീഗൽ എയ്ഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് നമ്മുടെ മിൽമ അതുപോലുള്ള എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് സംഘങ്ങൾ. ഓക്കെ. അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഡീൽ ചെയ്യുന്നത്. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, പിന്നെയും ലോ വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസും ഉണ്ട്, ഈക്വൽ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡും ആണ്. ഇത് ഏത് ആർട്ടിക്കിളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓഫ് കോഴ്സ് 39A ആണ് അല്ലേ? അപ്പോൾ 39Aയിലാണ് ഈ പറയുന്ന ഈക്വൽ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്ന പ്രൊവിഷനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ? ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ഒരു പ്രൊവിഷനുണ്ട്. അത് എന്തിനാണ്? അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് സ്കെഡ്യൂളാണെന്നുള്ളതാണ്. അത് വന്നിട്ട് 10th സ്കെഡ്യൂളാണ്. ഓക്കെ. 10th സ്കെഡ്യൂളിലാണ് ആ ഒരു പ്രൊവിഷൻ പറയുന്നത്. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുമ്പോൾ അത് 10th സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് ക്യാൻ ഇനിഷ്യേറ്റ് എ മോഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ദ പ്രസിഡൻറ്റ്? പ്രസിഡൻറ്റിനെ മാറ്റാനുള്ള അധികാരം ഇവിടെ ആർക്കാണ്? പ്രൈം മിനിസ്റ്റർക്കാണോ, ലോക്സഭ രാജ്യസഭാ മെമ്പേഴ്സിനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസ്, ഒന്നെങ്കിൽ ലോക്സഭയായിരിക്കും അല്ലെങ്കിൽ രാജ്യസഭയായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരാൾക്ക് മതിയാവും. ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ, ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ രാജ്യസഭയ്ക്കോ ലോക്സഭയ്ക്കോ ആകാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് കാര്യമാണ്. ലോക്സഭ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? പീപ്പിൾ അല്ലേ? പീപ്പിൾ, ഹിന്ദിയിൽ പീപ്പിൾ എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ട്. ഇപ്പോൾ ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്? താഴത്തെ നിലയിലാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ലോവർ ഹൗസ് എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിലായതുകൊണ്ട് നമ്മളതിനെ അപ്പർ ഹൗസ് എന്നും പറയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ലോക്സഭയ്ക്ക് ലോക്സഭ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ എന്തിനാണ് അതിന് ലോവർ ഹൗസ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്നൊക്കെ ഉള്ള ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ക്ലിയർ ചെയ്യുക. എല്ലാവരും കാണുന്നവരെല്ലാവരും എന്താ പറയുക, മിടുക്കന്മാരല്ലല്ലോ. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡൗട്ടുള്ളവരും ഉണ്ടാവും. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മൾ കുറേ കേൾക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ അത് ഏത് ആർട്ടിക്കിളാണെന്ന് നോക്കുക. ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് ബോറോഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം വിച്ച് ഡോക്യുമെൻറ്റ്? അതായത് വെൽഫെയർ സ്റ്റേറ്റ് എല്ലാ സുഖലോലുപമായിട്ടുള്ള, ആർക്കും ദോഷമില്ലാത്ത, എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്, അതാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആൻസറാണ് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഏകദേശം ഒരു 10-11 രാജ്യത്തിൽ നിന്ന് നമ്മൾ അവരുടെ കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു നോട്ട് വേണം എന്നുള്ളവർ ദയവ് ചെയ്ത് പറയുക കേട്ടോ. ഇനി വിച്ച് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം കോൺഫറിങ് എനി ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാഡമിക്? അതായത് മിലിറ്ററി അക്കാഡമിക് ആയിട്ടുള്ള കുറേ ടൈറ്റിൽ, ഇപ്പോൾ ഡോക്ടർ, ക്യാപ്റ്റൻ, പിന്നെ ജനറൽ, അതാണ് മിലിറ്ററി. അല്ലെങ്കിൽ അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഡോക്ടർ, പ്രൊഫസർ, അങ്ങനെ കുറേ ടൈറ്റിലുകളുണ്ടല്ലോ. ഇതെല്ലാം സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സോവറിൻ, ആ ഒരു ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റിന് നമുക്കത് ഒരാളിൽ നിന്ന് ഈ പറയുന്ന ടൈറ്റിലുകൾ
എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. അപ്പം മിലിറ്ററിയും അക്കാഡമിക്കും ഒഴികെയുള്ള എക്സെപ്റ്റ് ആണ് കേട്ടോ, എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാഡമിക്, അതായത് ഇത് രണ്ടും ഒഴികെയുള്ള ബാക്കി ടൈറ്റിലുകൾ ഒരു ദേശത്തിൻ്റെ ആളുകളിൽ നിന്ന് അവിടുത്തെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നീതിക്കോ ഒന്നും തന്നെ എടുത്തു മാറ്റാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ആളുകൾക്ക്. അത് ആർട്ടിക്കിൾ 18 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 18 ആണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 18. ടൈറ്റിൽ ആ ഒരു എന്താ പറയുക പ്രൊനൗൺസിയേഷൻ തന്നെ നോക്കുക, ടൈറ്റിൽ 18. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കോഡ് ചെയ്ത് പഠിക്കുക. ഇനി ഹൂ ഡിസൈഡ്സ് വെദർ എ പർട്ടിക്കുലർ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്? ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അപ്പം ഒരു കാര്യം മനസ്സിലാക്കുന്ന 2 ബില്ലുണ്ട്, ഓർഡിനറി ബില്ലും ഉണ്ട്, അതുപോലെ തന്നെ മണി ബില്ലും ഉണ്ട്. മണി ബില്ല് നമ്മൾ എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പം മണി ബില്ല് ആണോ അല്ലയോ എന്നുള്ളത്, ഒരു ബില്ലിനെ മണി ബില്ലാണോ അല്ലയോ എന്നുള്ളത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ലോക്സഭയിലെ സ്പീക്കറാണ്. അപ്പോൾ ലോക്സഭ പ്രൊസീഡ് ചെയ്യുന്ന ആളാണ് ആര്? സ്പീക്കർ. ഇപ്പോൾ രാജ്യസഭ പ്രൊസീഡ് ചെയ്യുന്ന ആളാരായിരിക്കും? വൈസ് പ്രസിഡൻ്റാണ് കേട്ടോ. അപ്പോൾ അതും മറക്കരുത്. ഇനി വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫിനാൻസ് കമ്മീഷൻ? നമുക്കൊരു സാമ്പത്തിക കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഒരു കമ്മീഷൻ വേണം എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണ്? 280. ആർട്ടിക്കിൾ 280. Which constitutional body is responsible for recommending the distribution of taxes between center and state? അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി, നമ്മൾ ആ ഒരു ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ കുറേ വരും അല്ലേ, പ്ലാൻ ചെയ്ത് നമ്മൾ വിചാരിക്കും GST, ടാക്സ് GST അല്ലെങ്കിൽ ഫിനാൻസ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ, അല്ലെങ്കിൽ നീതി ആയോഗ് അതാണോ? അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും അല്ലേ. അപ്പം സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സുകളുണ്ട്. ഈ ടാക്സ് ആരാണ് റെസ്പോൺസിബിൾ? ആരാണ് ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, ഫിനാൻസ് കമ്മീഷനാണ് അത് നിയന്ത്രിക്കുന്നത്. ഇനി ദ ടേം ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. മനസ്സിലായോ? ഫെഡറൽ സിസ്റ്റമാണ് നമുക്ക്, അതായത് നമുക്ക് ഒരു കേന്ദ്രമന്ത്രി കാണും, അതുപോലെ തന്നെ നമുക്കൊരു കേന്ദ്രമന്ത്രിസഭ ക്യാബിനറ്റ് കാണും, അതുപോലെ തന്നെ നമുക്ക് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്താണ് മുനിസിപ്പാലിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, നമുക്ക് എന്തുണ്ട് വില്ലേജ് ഉണ്ട്, വില്ലേജ് പഞ്ചായത്ത്, അതുപോലെ തന്നെ അവിടെ പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ കുറേ ഇതുണ്ടല്ലേ. അപ്പം നമുക്കിങ്ങനെ ഇന്ത്യ വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഓരോ വില്ലേജിലും പോയിട്ട് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റർക്കോ ഒരാൾക്കോ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എന്താണ്, നമുക്കൊരു ഫെഡറൽ സിസ്റ്റമാണ് ഉള്ളത്. പക്ഷേ ഈ ഫെഡറൽ സിസ്റ്റം ഉണ്ടെങ്കിലും നമുക്ക് എന്തുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട് അല്ലേ. ആ ഒരു എന്താ പറയുക, ഒരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ട് നമുക്കിടയിൽ. ഇത് ആരാണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ ഒരു ഇൻവിസിബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം അതാരാണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു ടേം ആരാണ് പറഞ്ഞത്? BR അംബേദ്കർ ആണോ, KC വേരി ആണോ, ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണോ, ഐവർ ജെന്നിങ്സ് ആണോ? ആരായിരിക്കും? KC വേരിയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി which article deals with the power of parliament to make laws on state list in national interest? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ലിസ്റ്റുണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അതുമായിട്ട് ചില വകുപ്പുകൾ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും അതിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം കേന്ദ്രത്തിന് മാത്രമേ അതിലെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇനി ഇത് രണ്ടിനും ഒരുപോലെ, അതായത് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, അത് കേന്ദ്രത്തിനും സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള നിലപാടുകൾ എന്ത് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പറയുന്ന ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പവർ ഓഫ് പാർലമെൻറ്റ് ടു മേക്ക് ലോസ് ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ് പ്രകാരം പാർലമെൻറ്റിൻ്റെ ഏത് പവറാണ്, ഏത് ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്ന പവറാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള
ലോസിൻ്റെ പവർ എവിടെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 249 ഉണ്ട്, ആർട്ടിക്കിൾ 250 ഉണ്ട്, 252 ഉണ്ട്, 254 ഉണ്ട്. 249 ആണ് അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നത്. അതായത് പവർ ഓഫ് പാർലമെൻറ്റ് ടു മേക്ക് ലോസ് ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. അതായത് നാഷണൽ ഇൻട്രസ്റ്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യത്തിനെ മാറ്റാനായിട്ടുള്ളൊരു പ്രൊവിഷൻ പാർലമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതെന്താണ്, അത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? 249 ആണ് അത് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ് മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്കിപ്പം ഒരു സ്റ്റേറ്റിൽ മാത്രം നമുക്കിപ്പോൾ എന്താ പറയുക, സ്റ്റേറ്റ് വൈസ് എൻട്രൻസ് വേണ്ട. ഇപ്പോൾ ജസ്റ്റ് അസംഷനാണ് കേട്ടോ, സ്റ്റേറ്റ് വൈസ് എൻട്രൻസ് വേണ്ട, ഇനി മുതൽ എന്ത് മതി, നാഷണൽ വൈസ് ഒരൊറ്റ എൻട്രൻസ് മതി എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റേറ്റിന് പറയാൻ പറ്റില്ല, ഇല്ല നിങ്ങൾ വേറെ നടത്തിക്കോ, ഞങ്ങൾക്ക് ഇത് നടത്തണമെന്ന് പറയാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പം നാഷണൽ ഇൻട്രസ്റ്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റ് കയറി ഇടപെടാനുള്ള അധികാരം പാർലമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ഏത് പ്രൊവിഷനാണ്? ആർട്ടിക്കിൾ 249. ഇനി ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ എ ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഫിനാൻഷ്യൽ എമർജൻസി, ഒരു സാമ്പത്തിക എന്താ പറയുക, ഒരു എമർജൻസി. ഓക്കെ, അത് അടിയന്തരാവസ്ഥ ഏത് ആർട്ടിക്കിളാണ്? ഇവിടെയും ഫിനാൻസ് ആണ്. ഇപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 260 ആണ്, നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ, 260. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഓക്കെ, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുമ്പോഴത്തേനും ഇൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആണ്, ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സിൻ്റെ അകത്താണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറേ സ്റ്റേറ്റുകളുണ്ട്, അപ്പോൾ ഈ സ്റ്റേറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു കൗൺസിലുണ്ട്. ഇത് ഏത് ആർട്ടിക്കിളാണ് ഇത് പറഞ്ഞിരിക്കണമെന്നാണ് ചോദ്യം. അപ്പോൾ ദി ആൻസർ ഈസ് 263, ആർട്ടിക്കിൾ 263. ഇനി അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്യാബിനറ്റ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ഈസ് എൻഷ്രൈൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളിലാണ് കളക്റ്റീവ് അതായത് ക്യാബിനറ്റിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ചില കാര്യങ്ങൾ. ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഓക്കെ പാർലമെൻറ്റിൽ ചർച്ചയായിട്ട് വന്നു, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ, അത് ക്യാബിനറ്റിൻ്റെ മൊത്തം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ ഒരു വകുപ്പിൻ്റെ മാത്രം അല്ല. അപ്പോൾ ഇത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 75 ആണ് ഈ ഒരു പ്രൊവിഷൻ പറയുന്നത്. ഇനി അതുപോലെ ദ പ്രൊവിഷൻ ഫോർ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് ഈസ് അണ്ടർ വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ട്രേഡ്, കൊമേഴ്സ് ഇതെല്ലാം ഏത് പാർട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 13. ഓക്കെ, സോറി, പാർട്ടാണ്, ആർട്ടിക്കിൾ അല്ല, പാർട്ട്. ഏത് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാർട്ട് 13 ആണ് കേട്ടോ. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ആസ് ഇൻ്റർപ്രറ്റഡ് ബൈ ഇന്ത്യൻ ജുഡീഷ്യറി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലറിസം എന്ന് പറയുമ്പോൾ പലരും പല ഡെഫിനിഷനാണ് പറയുന്നത്. അതായത് ഇപ്പം സെക്യുലറിസം നമ്മൾ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ബേസിക് നോളജ് ഉള്ള ഒരാൾ നമ്മൾ സെക്യുലറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? നമുക്കൊരു നാഷണൽ റിലീജിയൻ ഇല്ല. അതാണ് ഒരാൾ നമ്മൾ ഒരു ആൻസർ അതായിരിക്കും. അത് കഴിഞ്ഞ് പറയുന്നത് ആൻസർ എന്തായിരിക്കും? ആ ഒരു നമുക്ക് എല്ലാ റിലീജിയൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിക്കേ. പോസിറ്റീവ് റെസ്പെക്റ്റ് ഫോർ ഓൾ റിലീജിയൻ, അത് സെക്യുലറിസം ആണോ? സെക്യുലറിസം ആണ്. അതുപോലെ തന്നെ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ റിലീജിയൻ, സെക്യുലറിസം അല്ലേ? ആണ്. ആബ്സെൻസ് ഓഫ് റിലീജിയൻ, അതെ, നമുക്കൊരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല അല്ലേ, അപ്പോൾ അതും ഒരു സെക്യുലറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. സ്റ്റേറ്റ് റിലീജിയൻ ആസ് ഹിന്ദുയിസം, അത് ഒബ്വിയസ്ലി ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ജുഡീഷ്യറി, നീതിപീഠം എന്താണ് ഉദ്ദേശിക്കുന്നത് സെക്യുലറിസം കൊണ്ട്? അത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ റിലീജിയൻ എന്ന് പറയുന്നൊരു ആൻസറാണ്. ഏതൊക്കെ റിലീജിയൻ ഇന്ത്യയിലുണ്ടോ അതിന് ഒരു ഈക്വൽ സ്റ്റേറ്റസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? DPSP, നിർദ്ദേശ തത്വങ്ങൾ ഏത് പാർട്ടിലാണ്? പാർട്ട് 4. ഇനി ദ റെസ്യൂഡിയറി പവേഴ്സ് അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ വെസ്റ്റഡ്. റെസ്യൂഡിയറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലും അല്ല, മറ്റേ സ്റ്റേറ്റ് ലിസ്റ്റിലും അല്ല, കൺകറൻറ്റ് ലിസ്റ്റിലും അല്ല, ഇതല്ല, ഇതിലൊന്നിലും പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത്
ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആ വക കാര്യങ്ങൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? നോക്കിക്കേ, സെൻട്രലിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റിലും വരില്ല, യൂണിയൻ ലിസ്റ്റിലും വരില്ല, കൺകറൻറ്റ് ലിസ്റ്റിലും വരില്ല. ഇതിലൊന്നിലും പെടാത്ത കാര്യങ്ങൾ എവിടെ കൊടുത്തിരിക്കുകയാണ്? നിഷ്പക്ഷമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തോളാനുള്ളൊരു പവർ കൊടുത്തിരിക്കുന്നത് സെൻട്രലിനാണ് കേട്ടോ. ഇനി അടുത്തത്, വിച്ച് ആർട്ടിക്കിൾ അലോസ് ദ പ്രസിഡന്റ് ടു കൺസൾട്ട് ദ സുപ്രീം കോർട്ട് ഫോർ ഇറ്റ്സ് ഒപ്പീനിയൻ? സുപ്രീം കോർട്ടിനെ, പ്രസിഡന്റിൻ്റെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളായിരിക്കും, ആ തീരുമാനങ്ങൾക്ക് പ്രസിഡന്റിന് തന്നെ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ പ്രസിഡന്റിന് സുപ്രീം കോർട്ടിനെ സമീപിക്കാം, ഒരു എന്താ പറയുക, ഒപ്പീനിയൻ, ഒരു അഭിപ്രായം ചോദിക്കാം, അല്ലേ? ഒരു കൺസൾട്ടേഷൻ അവിടെ ലഭ്യമാണ്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളാണ്? അപ്പോൾ ആർട്ടിക്കിൾ 143 ആണ് അതിന് അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്രസിഡന്റ് എന്താണ്, സുപ്രീം കോർട്ടിൻ്റെ അടുത്ത് ഐ ലവ് യു ആണ്. ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളതിന് കോഡ് ഭാഷയിൽ പണ്ടുള്ളവരൊക്കെ പറയും, ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയില്ല, പണ്ട് പറയുന്നത് 143 എന്ന് പറയുമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ, ഐ ലവ് യു എന്നുള്ളതിൻ്റെയാണ് ഈ 143 എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നേരെ സുപ്രീം കോർട്ടിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 143. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഇനി, ദ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ദ പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് കേസ്? പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടേ അല്ല എന്ന് പറഞ്ഞ ഒരു കേസുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ്. അത് ഏത് കേസാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെറുബാരി യൂണിയൻ കേസാണ്. അതെന്താണെന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിക്ക് കുറേ കേസുകളുണ്ട് കേട്ടോ. അത് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ പോലെ കുറേ കൂടുതലും ഈ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസ് വരുന്നത് IAS, ആ പറയുന്ന KS, ആ ലെവലിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കേസുകളുടെയൊക്കെ കൂടെ എന്തെങ്കിലും ബ്രീഫ് വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, ഇനി, വിച്ച് സ്കെഡ്യൂൾ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ? അതായത് എന്തോ കള്ളത്തരത്തിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ പോലെ ഡിസ്ക്വാളിഫിക്കേഷൻ, MPസിനെയും MLAസിനെയും ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ളൊരു അധികാരമുണ്ട്. ഓക്കെ, അത് ആർക്കാണ്? ആ ഒരു അധികാരം, അധികാരം കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് അമെൻമെൻറ്റിലാണ്? അമെൻമെൻറ്റ് 42 ആണ്. അതും 42nd അമെൻമെൻറ്റ് ആണ്. ഇനി, ഹൂ ഹാസ് ദ ഫൈനൽ അതോറിറ്റി ടു ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറി ഓരോന്നിങ്ങനെ ഇങ്ങനെ ചികഞ്ഞ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ നൂലാമാലകളും ഒക്കെ കണ്ടുപിടിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? സുപ്രീം കോർട്ടിനേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യാനും സുപ്രീം കോർട്ടിന് അധികാരമൊന്നുമില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിന് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രിയാമ്പിൾ പാർട്ടേ അല്ല എന്ന് പറഞ്ഞൊരു കേസുണ്ട്, ബെറുബാരി കേസ് എന്ന് പറയുന്നത്. അത് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടേ അല്ല പ്രിയാമ്പിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാർട്ടാണ് അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സുപ്രീം കോർട്ടിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ലോ ആൻഡ് ലോ ഇൻ ഫോഴ്സ്? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം, ലോ ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നിയമങ്ങൾ, അതിനൊരു അതിനൊരു എന്താ പറയുക, വിലയുണ്ട് കേട്ടോ. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഉണ്ടായ നിയമങ്ങൾ മാത്രമല്ല നിയമങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടിയതിന് മുന്നേയും ഇവിടെ എന്ത് നിയമമാണോ ഉണ്ടായിരുന്നത് ആ നിയമത്തിന് ഇവിടെ എന്തുണ്ട്? ഒരു വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും പറയുന്നത് ആർട്ടിക്കിൾ 13 കേട്ടോ. ഇനി, വിച്ച് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷോൾ ടേക്ക് steps to separate the judiciary from the executive in the public services of the state? അതായത് സ്റ്റേറ്റിന് ഒരു റൈറ്റ് ഉണ്ട്, അതായത് ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് അടങ്ങുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, കോർട്ടുകൾ അടങ്ങുന്നതാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് പബ്ലിക് സർവീസസിലോട്ട് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ നെസസറി സ്റ്റെപ്സ് എടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഈ എക്സിക്യൂട്ടീവിനെയും കളഞ്ഞു, ജുഡീഷ്യറിയെയും കളഞ്ഞു, ഇത് രണ്ടും വേണ്ട. ഡയറക്റ്റ് സ്റ്റേറ്റ്സിലോട്ട് ഈ പറഞ്ഞ പോലെ ലെജിസ്ലേച്ചറിന് ഒരു നടപടി എടുക്കാനായിട്ട് കഴിയുന്ന ഏത് പ്രൊവിഷൻ അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് അങ്ങനെ ഒരു ഇത് തരുന്നത്, ഒരു പ്രൊവിഷൻ തരുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 50 ആണ് അത്തരത്തിലൊരു പ്രൊവിഷൻ തരുന്നത്. ഇനി, വാട്ട് ഈസ് ദ മാക്സിമം ഇൻ്റർവൽ ബിറ്റ്വീൻ
ഓക്കെ. വാട്ട് ഈസ് എ മാക്സിമം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 സെഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്? 2 സെഷൻസ് ഉണ്ട് പാർലമെൻറ്റ്. നമുക്ക് ഒരുപാട് സെഷൻസ് ഉണ്ട് അല്ലേ, വിൻ്റർ സെഷനുണ്ട്, സമ്മർ സെഷനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പാർലമെൻറ്റിൽ 2 സെഷൻസ് തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഒരു 6 മന്ത്സിൻ്റെ ഗ്യാപ്പ് മാത്രമേ പാടാവൂ. മാക്സിമം 6 മന്ത്സ് ആണ്. ഓക്കെ. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ 51A? 51A പ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ലാത്തത് ഏതാണ്? ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓഫ് കോഴ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ മാനിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ടു പ്രൊട്ടക്ട് ദ സോവറിറ്റി ഓഫ് ഇന്ത്യ. അതെ, രാജ്യമാണ് പരമോന്നതമായിട്ടുള്ളത് രാജ്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം. ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. യെസ്, പബ്ലിക് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നാശങ്ങളൊന്നും വരുത്താനായിട്ട് പാടില്ല. പക്ഷേ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൗലിക ഒരു അവകാശമല്ല, നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. മൗലിക എന്തായിരുന്നു? ധർമ്മം അല്ലേ? ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അതല്ല അല്ലേ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയില്ല. Which article empowers the parliament to form a new state by altering the boundaries of existing states? അതായത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ പുതിയ സ്റ്റേറ്റ്സ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? തെലങ്കാനയാണ് അല്ലേ? തെലങ്കാന എന്ന് പറയുന്നത് പണ്ട് എന്തായിരുന്നു? ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ തെലങ്കാന എന്ന് പറയുന്ന പുതിയൊരു സംസ്ഥാനം എന്ത് ചെയ്തു? ബൗണ്ടറീസ് മാറ്റിയാണ് എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അപ്പം ആ ഒരു പ്രൊവിഷൻ അതെന്താണ്? ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 3 ആണ് അങ്ങനൊരു അധികാരം കൊടുക്കുന്നത്. ഇനി, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21A? ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ്. അത് ഏത് അമെൻമെൻറ്റിലാണ്? അതിൻ്റെ വർഷം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പറഞ്ഞ പോലെ പണ്ടോട്ടേ ഉണ്ടായിരുന്നതല്ല, പിന്നീടാണ് അത് അമെൻമെൻറ്റ് ചെയ്തത്. അതാണ് 86th അമെൻമെൻറ്റ്. വളരെ പോപ്പുലറായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഏത് കൊല്ലമാണെന്ന് അറിയാവുന്നവർ പറയണം കേട്ടോ. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷൻ വേണം. നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ, ഈ സെയിം ക്വസ്റ്റ്യൻ നേരത്തെയും കണ്ടായിരുന്നു, പക്ഷേ ഡിഫറെൻറ്റ് വേയിലായിരുന്നു. യെസ്, ഫിനാൻസ് കമ്മീഷൻ വേണം. ഓരോ 5 കൊല്ലവും നമുക്ക് ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് 280 ആർട്ടിക്കിൾ 280 ആണ് കേട്ടോ. ഇനി, വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്കെഡ്യൂൾഡ് areas and scheduled tribes. Yes, scheduled caste അല്ല, scheduled areas and scheduled tribe. അതായത് ഏത് സ്കെഡ്യൂളിലാണ് ഈ പറഞ്ഞ പോലെ പട്ടികവർഗവും അതുപോലെ തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലവും അതിൻ്റെ എല്ലാത്തിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ കൺട്രോളും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സ്കെഡ്യൂളാണെന്നുള്ളതാണ് അതിൻ്റെ ആൻസറാണ്. 5th സ്കെഡ്യൂളിലാണ് അങ്ങനൊരു കാര്യം വരുന്നത്. ഇനി, വാട്ട് ഈസ് ദ മിനിമം ഏജ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? 35 വയസ്സ് ഉണ്ടാവണം. 30 വയസ്സ് വേണം എന്താവാൻ? പ്രൈം മിനിസ്റ്റർ ആവാനായിട്ട് അല്ലേ? പക്ഷെ ചില സോഴ്സസ് പറയുന്നത് 25 വയസ്സ് മതി എന്നാണ്. പക്ഷേ എനിക്കതിലൊരു ഡൗട്ടുണ്ട്. 25 വയസ്സ് വേണം നമുക്ക് MLAയോ MPയോ ആകാനായിട്ട്. അതേസമയം പ്രൈം മിനിസ്റ്റർ ആവാൻ 30 വയസ്സ് വേണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ പ്രസിഡൻ്റ് ആവാൻ എന്ത് വേണം? 35 വയസ്സ് വേണം അല്ലേ? പ്രസിഡൻ്റ് ആവാനും 35 വയസ്സ് മിനിമം വേണം. ഇനി, ദ ടേം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ ഏതായിരിക്കും? യെസ്, ആർട്ടിക്കിൾ 21. ഇനി, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എലക്ഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എലക്ഷൻ എവിടാണ്? എലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഇനി അടുത്തത്, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഡോക്ടർ B.R. അംബേദ്കർ. ദ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ വാസ് പ്രൊപ്പൗണ്ടഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്? അതും ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരു കേസ് പറഞ്ഞു, എന്താണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസാണ്. ഓക്കെ, അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പാർലമെന്റ് ടു മോഡിഫൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു മെമ്പേഴ്സ് ഓഫ് ആർംഡ് ഫോഴ്സസ്?
ആംഡ് ഫോഴ്സസ്, മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ദി ആർമി അല്ലെങ്കിൽ മിലിറ്ററി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു മോഡിഫൈ ദി ആപ്ലിക്കേഷൻ, അതായത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, അതായത് ആംഡ് ഫോഴ്സസിലെ ആളുകൾ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 33 ആണ് കേട്ടോ. ഇനി ദ ഐഡിയ ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഇത് എവിടെ നിന്നാണ് കടമെടുത്തത് വേറെ എവിടെ നിന്നൊന്നുമല്ല, ജപ്പാനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ കടമെടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചറേ അല്ല. നോക്കിക്കേ ഏതാണെന്ന്. എ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണോ? അല്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു അല്ലേ, നമുക്ക് എന്താണ്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ബാക്കി എല്ലാം നമുക്കുണ്ട് അല്ലേ. ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമസി കൊടുക്കുന്നുണ്ട്, നമുക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. പക്ഷെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്തില്ല, നമുക്കില്ല. അപ്പോൾ അതൊരു ഫീച്ചറല്ല. ഇനി ദ ടേം സെക്കുലാർ എന്ന് പറയുന്ന ടേം പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത് 42nd അമെൻമെൻറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 42nd അമെൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു അമെൻമെൻ്റ് ആണ്. ആ 42nd അമെൻമെൻറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 60, 245 ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുള്ളതാണ്. അപ്പം ഈ 1-2 ആർട്ടിക്കിൾസ് മാത്രം എടുത്ത് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റായിട്ട് മാത്രം പലതരത്തിലുള്ള നോട്ടുകൾ നോക്കുക, ആ നോട്ട് എന്നൊക്കെ പോയിന്റ് മാത്രം നമ്മൾ എടുത്തു വയ്ക്കുക, നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 അതെന്താണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറയാം കേട്ടോ. അറിഞ്ഞുകൂടാത്തവർ വിഷമിക്കേണ്ട, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചിട്ടൊരു പെർട്ടിക്കുലർ ആർട്ടിക്കിളുണ്ട്. അതെന്തിനാണ് അങ്ങനെ സോളാണെന്ന് BR അംബേദ്കർ പറഞ്ഞ എന്തിനാണെന്നുള്ളത്. കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അത് പറയുമ്പോൾ. അപ്പോൾ എന്തിനാണ് അങ്ങനെ BR അംബേദ്കർ ആ ഒരു ആർട്ടിക്കിളിനെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. ഇനി which article prohibits discrimination on the grounds of religion, race, caste, sex or place of birth? 5 കാര്യങ്ങളാണ് അല്ലേ. റിലീജിയൻ മതം, റേസ് വർഗം, കാസ്റ്റ് ജാതി, സെക്സ് ലിംഗം, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് അതായത് എവിടെ ജനിച്ചു എന്നുള്ളത്. 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളുടെ ഡിസ്ക്രിമിനേഷൻ വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആർട്ടിക്കിൾ 15 അതിൻ്റെ ആൻസർ. കണ്ടോ, 5, 15 5 കാര്യങ്ങളെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആര് പറയുന്നു? ആർട്ടിക്കിൾ 15 പറയുന്നു. ഓക്കെ. ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് ഐഡിയോളജി അറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഇക്വാലിറ്റിയാണ് മെയിൻ പറയുന്നത്, എല്ലാവരും ഒരുപോലെ വേണം എന്നുള്ളതാണ് ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജി. അത് എവിടെയാണ് പറയുന്നത്? 38, 39 ആർട്ടിക്കിൾസ് 38 ആൻഡ് 39. ഇനി which constitutional amendment limited the size of Council of Ministers? Council of Ministersൻ്റെ സൈസ് ലിമിറ്റ് ചെയ്തത് 91st അമെൻമെൻറ്റ് ആക്ട് ആണ് കേട്ടോ. ഇനി അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഡിക്ലെയർസ് ഇന്ത്യ ആസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്? ഇതറിയാതെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അതായത് എല്ലാത്തിൻ്റെയും ഒരു യൂണിറ്റി ഇന്ത്യയാണ് പരമോന്നതമായിട്ടുള്ള സംഭവം. ഓക്കെ. ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്ന ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ ഫസ്റ്റ് ആർട്ടിക്കിൾ അതാണ് പറയുന്നത്. ഇനി ദ പവർ ടു ഇഷ്യൂ റിറ്റ്സ് ഈസ് വെസ്റ്റഡ് ഇൻ, ഓഫ് കോഴ്സ് ഏത് കോടതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ പോലെ റിറ്റ് എന്ന് പറയുമ്പം അറിയാമല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു വിധിക്ക് എതിരെയോ അല്ലെങ്കിൽ അതിന് ബദലായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഓക്കെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം താഴത്തുള്ള കോടതിക്ക്, അതായത് ഈ ഡിസ്ട്രിക്ട് കോർട്ട്സിന് പറ്റത്തില്ല. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ടിൽ വന്നൊരു വിധിയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഉണ്ട്, ഹൈക്കോടതിക്കും ഉണ്ട്. ഓക്കെ. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് എവിടെ നിന്നാണ് വന്നത്? ഓഫ് കോഴ്സ് USSRൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. The President can proclaim emergency under Article 352 only on the written advice of ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അഡ്വൈസ് കൊണ്ട് മാത്രമേ പ്രസിഡൻറ്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. അത് ഒരു ഏകീകൃതമായിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് നാഷണൽ എമർജൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക്
പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നാഷണൽ എമർജൻസി നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയെ പറ്റി ഒരു സന്ധി ചേർന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കതിനെ പറ്റിയിട്ട് ഒരു അടിയന്തരാവസ്ഥയാണ് നമുക്ക് പ്രസിഡന്റിന് പ്രഖ്യാപിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്? അതായത് നമുക്കറിയാം ഒരുപാട് നിയോജക മണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ, പല നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാത്തിൻ്റെയും നമുക്ക് ചിലതിനെയൊക്കെ നമുക്ക് ഡീലിമിറ്റ് ചെയ്യാം. ഡീലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക, ഡീലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുക, അതങ്ങനെ തന്നെ നിലനിർത്തുക. പക്ഷേ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ പറഞ്ഞ പോലെ ചില കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിൽ നമുക്ക് എന്താ പറയുക, ഇലക്ഷൻ ഇപ്പം ചില കേസസിലൊക്കെ ഇലക്ഷൻ രണ്ടാമത് നടത്താറുണ്ട് അല്ലേ, ഇലക്ഷൻസ് രണ്ടാമത് നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ അതുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇലക്ഷൻ്റെ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നോക്കുന്നത്. ഇനി ദി ടേം ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ എംബ്രേസസ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? ജസ്റ്റിസ് ടു സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ എല്ലാം ഉണ്ടല്ലേ, എല്ലാത്തിനും ജസ്റ്റിസ് വേണമെന്ന് പ്രിയാമ്പിൾ പറയുന്നുണ്ട്. അപ്പം ഓൾ ഓഫ് ദി എബവ്. ഇനി അണ്ടർ ആർട്ടിക്കിൾ 123 ദ പ്രസിഡന്റ് ക്യാൻ പ്രൊമുലേറ്റ് ആൻ ഓർഡിനൻസ്. ഓക്കെ, ഒരു ഓർഡിനൻസ് കൊടുക്കാൻ പറ്റും. എപ്പോഴാണ്? പ്രസിഡന്റിന്. ആർട്ടിക്കിൾ 123 ആണ്. പ്രസിഡന്റ് ക്യാൻ പ്രൊമുൾഗേറ്റ് ആൻ ഓർഡിനൻസ്. 2 ഹൗസസും സെഷനിൽ ഇല്ലാത്തപ്പോഴാണ് പ്രസിഡന്റിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർഡിനൻസ് കൊടുക്കുക. ഓർഡിനൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എന്താ പറയുക, അസൈൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ഗവർണറിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ വരുന്നത് 156, ആർട്ടിക്കിൾ 156. ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 വാസ് പ്രൈമർലി എയിംഡ് അറ്റ്. ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ട് 1951 1950 അത് അഡോപ്റ്റ് ചെയ്തു. പിറ്റേ വർഷം എന്ത് ചെയ്തു? അമെൻമെൻറ്റ് വന്നു. അപ്പോൾ അങ്ങനെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? കർട്ടൈലിംഗ് ദ പ്രോപ്പർട്ടി റൈറ്റ്സ്, അവകാശ നിയമ ഭേദഗതി എന്നാണ് അതിനെ പറയുന്നത്. അതായത് പലതരത്തിൽ ആളുകൾക്ക് അങ്ങ് ക്ലെയിം ചെയ്യാമായിരുന്നു, ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥലമാണ്, ഇത് ഇങ്ങനെയാണ്. അങ്ങനെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ആദ്യം ഇവരെടുത്ത് കളഞ്ഞത്. ഓക്കെ, അത് 1951 Which schedule of the constitution contains provisions regarding the anti-defection law? Yes, anti-defection നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 10th ആണ് കേട്ടോ, 10th ഇതാണ്. ദ എക്സ്പ്രഷൻ പബ്ലിക്, അതും നമ്മൾ പറഞ്ഞു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് പൊതു താല്പര്യ ഹർജി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഗീവ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ടു ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ബിഫോർ ഇറ്റ്സ് റിവൊക്കേഷൻ ഇൻ 2009. 2019 ജമ്മു ആൻഡ് കശ്മീർ എന്ത് ചെയ്തു? സംസ്ഥാനമായി നമ്മളിലോട്ട് ചേർന്നു. അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറി, ലഡാക്കൊക്കെ യൂണിയൻ ടെറിട്ടറി ആക്കി. പക്ഷേ അതിന് മുന്നേ വരെ ജമ്മു ആൻഡ് കശ്മീരിനൊരു പ്രത്യേക സ്റ്റേറ്റസ് ആയിരുന്നു. അത് ഏത് ആർട്ടിക്കിളാണ്? ഒരിക്കലും മറക്കരുത്, 370 ആണ് ആ ആർട്ടിക്കിൾ. ഇനി ആർട്ടിക്കിൾ 360 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ എമർജൻസി, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ കോൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് ഞാൻ പറഞ്ഞു, രണ്ടിലും പെടാത്ത കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അത് എവിടെ നിന്നാണ് വന്നത്? അത് നമുക്ക് കിട്ടിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. ഇനി വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി advises the president on the distribution of revenues between center and the states? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? ഫിനാൻസ് കമ്മീഷനാണ്. ഇനി ദ മാക്സിമം ഡ്യൂറേഷൻ ഫോർ വിച്ച് പ്രസിഡൻസ് റൂൾ ക്യാൻ ബി കണ്ടിന്യൂഡ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് പാർലമെൻറ്റ് എവറി 6 months. അതായത് പ്രസിഡൻറ്റിൻ്റെ റൂള്, ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ റൂള് 2 പാർലമെൻറ്റുകാരും എന്ത് ചെയ്യണം? അംഗീകരിക്കണം കേട്ടോ പ്രസിഡൻറ്റിനെ. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രസിഡൻറ്റിനെ ഈ റൂള് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസിഡൻറ്റിന് റൂള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈവൻ ദോ അപ്രൂവൽ ഇല്ല എങ്കിൽ പോലും പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ഓരോ 6 മാസം കൂടുമ്പോഴും പ്രസിഡൻറ്റിന് വേണം. അതില്ല എങ്കിൽ പോലും പ്രസിഡൻറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഫോം ഓഫ് ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്? ഓത്ത് എടുക്കുന്ന പ്രതിജ്ഞകൾ, അതുപോലെ തന്നെ അഫർമേഷൻസ്, ഇതെല്ലാം 3rd ആർട്ടിക്കിളാണ്, തേർഡ് സ്കെഡ്യൂളിലാണ് വരുന്നത്. ദ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ്, ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞു, സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ദ പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ എൻഫോഴ്സബിൾ ബൈ ലോ ഇൻ ദി ബെറുബാറി യൂണിയൻ കേസ്.
ഇനി വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? വെരി സിമ്പിൾ, 4A, പാർട്ട് 4A. ദ ഫ്രേസ് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? മീഡിയ. ഓക്കെ, ദ ഫ്രേസ് ഫ്രീഡം ഓഫ് പ്രസ് ഈസ് നോട്ട് മെൻഷൻ ബട്ട് ഇംപ്ലൈഡ്. അത് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എവിടെ? ആർട്ടിക്കിൾ 19(1)A. ഇനി ഹൂ എമംഗ് ദ ഫോളോയിങ് കനോട്ട് ബി ഇംപീച്ച്ഡ്? ഇംപീച്ച്ഡ് എന്ന് വെച്ചാൽ സ്ഥാനഹിതനോ അങ്ങനെയാണ് എൻ്റെ കറക്റ്റ് മലയാളം എനിക്കറിയില്ല. ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടുക, അതാണ് ആക്ച്വലി അതിൻ്റെ കാര്യം. അതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ് എനിക്കറിയില്ല. ഇംപീച്ച് ചെയ്യാൻ കഴിയാത്തത് സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ഓഫ് ലോക്സഭയെ നമുക്ക് അങ്ങ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദ ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ഈസ് അപ്ലൈഡ് വെൻ, യെസ് ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ, 2 ഫണ്ടമെൻ്റൽ റൈറ്റ് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ എ ലോ ദാറ്റ് വയലേറ്റ്സ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, 2 ആർട്ടിക്കിൾസ് ആർ ഇൻ കോൺഫ്ലിക്റ്റ്. യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ 2 പ്രൊവിഷൻസ് തമ്മിലുള്ള ബഹളത്തിനിടയ്ക്കാണ് നമ്മൾ ആ ഒരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഡോക്ട്രിൻ അപ്ലൈ ചെയ്യുന്നത്. വിച്ച് സ്കെഡ്യൂൾ ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് സീറ്റ് ഇൻ രാജ്യസഭ? രാജ്യസഭയുടെ സീറ്റുമായിട്ട് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമുക്കറിയാം രാജ്യസഭയിൽ ഒരു 12 പേരെ ഡയറക്റ്റ് ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ കുറേ റിസർവേഷൻസും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യുന്നത് 4th സ്കെഡ്യൂളാണ്. ഇനി ദ കൊളീജിയം സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ഇൻവോൾവ്ഡ് ത്രൂ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്. കൊളീജിയം സിസ്റ്റം, ഓക്കെ, കൊളീജിയം സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ഇവോൾവ്ഡ് ത്രൂ, ഇതൊക്കെയാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അല്ല, സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റിലാണ് അത് സംഭവിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ദി റൈറ്റ് ടു ഇക്വാലിറ്റി? റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരാത്തത് എന്തൊക്കെയാണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓഫ് കോഴ്സ് വരും. ഇക്വാലിറ്റി ബിഫോർ ലോ വരും. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് D എന്ന് പറയുന്ന റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ആണ്. അവിടെ ഇക്വാലിറ്റി ആയിട്ട് അവിടെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. ഇനി ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഈസ് മെൻഷൻഡ് ഇൻ. ചെറുകിട വ്യവസായം അത് പ്രൊമോട്ട് ചെയ്യണം, ഓരോ സംസ്ഥാനവും പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയണത് ആർട്ടിക്കിൾ 43 ആണ്. ആർട്ടിക്കിൾ 22 വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. എന്താണ്? അറസ്റ്റും ഡിറ്റൻഷനും, തടവിൽ വയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെതിരെ. ഓക്കെ, അത് ചില കേസസിൽ, ഇപ്പം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ രാത്രി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ലേഡി ഇൻസ്പെക്ടർ ഇല്ലാതെ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് പ്രൊവിഷൻസ് തരുന്നത് ആർട്ടിക്കിൾ 22 ആണ്. ഇനി ഇത് സുപ്രീം കോർട്ട്സ് പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്സ്. സുപ്രീം കോടതിയുടെ തന്നെ ജഡ്ജ്മെൻറ്റിനെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ആർട്ടിക്കിൾ 137 പറഞ്ഞിരിക്കുന്നു. ഇനി ദ പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് ബൈ, വെരി സിമ്പിളാണ് അല്ലേ? വെരി സിമ്പിളാണ്. നോക്കിക്കേ, ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, പീപ്പിളിലെ ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്, ഒരു പാർലമെൻറ്റ് മാത്രം പോരാ. പക്ഷേ എന്താണ്? ഇലക്ടോറിയൽ കോളേജ് കംപ്രൈസിങ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ എലക്ട് ചെയ്തിരിക്കുന്ന പാർലമെൻറ്റിലെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ഇലക്ടോറൽ കോളേജ് പ്രത്യേകം നിയമിച്ച ഒരു ഇലക്ടോറൽ കോളേജിലാണ് ആരുടെ ഇലക്ഷൻ നടക്കുന്നത്? പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കുന്നത്. Yes. In which case did the Supreme Court hold that DPSPs cannot override fundamental rights but can be used to interpret them? ചമ്പകം ദൊരൈരാജൻ കേസ്. അത് നിങ്ങൾക്ക് വലിയ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അങ്ങനെയല്ല, ഇൻ ദ സെൻസ് ഇപ്പോൾ PSC SSC ആ ഒരു റേഞ്ചിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾ കൂടുതലും വരുന്നത് സിവിൽ സർവീസ് ആ ഒരു കേസ് ആ ഒരു ഇതിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കേസിൻ്റെ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ തരാം കേട്ടോ. ഇതിപ്പം ചമ്പകം ദൊരൈരാജൻ കേസാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻസ്? എമർജൻസി പ്രൊവിഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 18 ആണ്. ഓക്കെ, 18. വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് പ്രസിഡന്റ് ടു സസ്പെൻഡ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ്? ഒരു എമർജൻസി വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 359. ഇനി ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ആരാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ
കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്? അതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പലതരത്തിലുള്ള എക്സാംസിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 371 ഓഫ് ദി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 371 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ്. നമ്മൾ 370 നമ്മൾ പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ ആണെന്ന് പറഞ്ഞു. 371 ആർക്കാണ് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്? ചില സ്റ്റേറ്റ്സിനാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനല്ല, സ്കെഡ്യൂൾഡ് ട്രൈബ്സിനും അല്ല, പകരം സർട്ടൺ സ്റ്റേറ്റ്സ് ലൈക്ക് മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് ആന്ധ്രാപ്രദേശ്. അതെന്താണെന്നുള്ളത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇനി ഹൂ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്? ജോയിൻറ്റ് സിറ്റിംഗ്, അതായത് ഈ ലോക്സഭയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അവർക്ക് സെപ്പറേറ്റ് സിറ്റിംഗ് ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടും, അതായത് ലോക്സഭയും രാജ്യസഭയും കൂടെയുള്ള ഒരുമിച്ചുള്ള ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് ചെയ്യുന്നത് അവിടെ ആ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇനി സർക്കാരിയ കമ്മീഷൻ എന്തിനായിരുന്നു? സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ കാര്യങ്ങൾ, ജുഡീഷ്യൽ റിഫോംസ് അല്ല, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ഒരു ഏകീകൃതമായിട്ടുള്ളൊരു മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു സർക്കാരിയ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജസ്റ്റിസിയബിൾ റൈറ്റ്? ഓക്കെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ്. ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൈറ്റ് ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പം ആര് നമ്മളെ തള്ളി പറഞ്ഞാലും ഭരണഘടന നമ്മളെ സേവ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 32 നേരത്തെ ചോദ്യം അല്ലേ? ആർട്ടിക്കിൾ 32 ഈസ് റെഫേർഡ് ടു ആസ് എന്താണ്? ഹാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാക്ക് ബോൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓഫ് കോഴ്സ് സോൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് കൂടി പറയാം. ആർട്ടിക്കിൾ 32 ആണ് സോൾ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിനെ പറയുന്നത്? ബാക്കി ഇത്രയേ ആർട്ടിക്കിൾസ് ഇല്ലേ, പക്ഷെ എന്നിട്ടും 32 മാത്രം എന്തുകൊണ്ട് എന്നുള്ളത് പറയാം. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ ആക്ടിവിസം ഈസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ജുഡീഷ്യൽ ആക്ടിവിസം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് പില്ലാണ് കേട്ടോ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ദ രാജ്യസഭ ഹാസ് ഈക്വൽ പവേഴ്സ് വിത്ത് ലോക്സഭ. രാജ്യസഭയ്ക്കും അതുപോലെ തന്നെ ലോക്സഭയ്ക്കും ഈക്വൽ പവർ ഉണ്ട് ഒരു കാര്യത്തിൽ. മണി ബില്ലാണോ, വോട്ട് ഓഫ് കോൺഫിഡൻസ്, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബഡ്ജറ്റിംഗ്. അത് ഓഫ് കോഴ്സ് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പിന്, ഒരു ഹൗസിന് മാത്രം നിയമം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മണി ബില്ല് നമ്മളെവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലോക്സഭയിലാണ്. അത് അതിൽ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഡിസ്കസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ലോവർ ഹൗസിലായിരിക്കും. എന്ന് കരുതി അപ്പർ ഹൗസിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, അപ്പർ ഹൗസിലും ഡിസ്കസ് ചെയ്യാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? രണ്ട് കൂട്ടരും അതിനെ സപ്പോർട്ട് ചെയ്യണം. അത് നമുക്ക് ഒരാളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ താല്പര്യപ്രകാരം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു അല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് എൻഷ്രൈൻഡ് ഇൻ ആർട്ടിക്കിൾ 75. ഇനി ദ ടേം ഓഫ് ലോക്സഭ മേ ബി എക്സ്റ്റെൻഡഡ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. അതായത് ലോക്സഭയുടെ 5 വർഷമാണ്. അതെന്ത് ചെയ്യാൻ പറ്റും? ഒരു നാഷണൽ എമർജൻസിയുടെ കേസ് വരുവാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. എത്ര കൊല്ലത്തേക്ക്? 1 വർഷം. ഒരു തവണ 1 കൊല്ലത്തേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ട്. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് സ്പെഷ്യൽ സ്റ്റേറ്റസ് ടു വിച്ച് യൂണിയൻ ടെറിട്ടറി അണ്ടർ 239 ആർട്ടിക്കിൾ 239A. 239A പ്രകാരം ഒരു യൂണിയൻ ടെറിട്ടറിക്ക് ഒരു പ്രത്യേക ഗ്രാൻഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. എന്താണത്? അത് പുതുച്ചേരിക്കാണുള്ളത്. അതെന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതും കണ്ടില്ലേ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇവർക്കൊരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ട്. അതുപോലെ പുതുച്ചേരിക്കും ഒരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കാണും. അപ്പം ഇങ്ങനെ
ഡീപ്പായിട്ട് നമ്മളിങ്ങനെ ചകഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞു 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 കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തോന്നും. അങ്ങനെയാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് പഠിക്കുക, അങ്ങനെയല്ല. ഓരോന്നിങ്ങനെ വായിച്ച് വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ adjudicating disputes regarding the distribution of revenues between center and state? സെയിം ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ നേരെ ഇൻട്രസ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയും, പക്ഷേ അതിൻ്റെ ആൻസർ സുപ്രീം കോടതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ വെച്ചിട്ട് ഒരു എന്താ പറയുക, കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതുപോലെ റവന്യൂവിൻ്റെ കാര്യം ചോദിച്ചു അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് ആണ്. അതായത് ഈ ഡിസ്പ്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യുകയും ഇതിലൊരു തീരുമാനം എടുക്കുന്നതും ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ ചെയ്യുന്ന ഒബ്വിയസ്ലി ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. ശ്രദ്ധിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫിനാൻസ് കമ്മീഷൻ എന്ന് തന്നെയായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക. റവന്യൂ സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും തമ്മിലുള്ള ഒരു റവന്യൂ ഇടപാടുകളെ അതിനെ അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്, അതിലൊരു തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിസ്പ്യൂട്ട്സിൽ ഒരു അന്തിമ ഫൈനൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ്. ഓക്കെ, which article lays down the composition of the public service commissions, PSCs? ഓക്കെ, അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 315. ഇനി the 61st amendment of the constitution reduced the voting age from 21 to 18 years. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. 21 വയസ്സായിരുന്നു ആദ്യം, പിന്നീട് അത് 18 ആക്കി. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 326. ഓക്കെ, 326, 21 to 18, 326. Which schedule of the Indian Constitution contains the list of languages recognized by the Constitution? എത്ര ലാംഗ്വേജസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ മൊത്തം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ഏത് സ്കെഡ്യൂളാണെന്ന് അറിയാം. നമ്മൾ അതും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് 8th സ്കെഡ്യൂളാണ്, പക്ഷേ എത്ര ലാംഗ്വേജസ് ഉണ്ടെന്നുള്ളത് പറയുക. അതുപോലെ തന്നെ മലയാളം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത വല്ല ലാംഗ്വേജ് ഉണ്ടോ, അതൊക്കെ നോക്കുക. അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, അതായത് ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ട ഒരു വിധിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂവിന് വിടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്? ഭാഷാ അടിസ്ഥാനത്തിൽ എന്താണ് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിൻമെൻറ്റ്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസറിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ, ഇപ്പം അവിടുത്തെ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ദേശത്തായിരിക്കും, അങ്ങനെ അവിടെ ഉള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ഓഫീസറിനെ നിയമിക്കാം എന്നൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 350B ആണ്. ഓക്കെ, 350B. അടുത്തൊരു ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിൻ്റെ അതും ഒരിക്കലും മറക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 29 ആണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്ന ആർട്ടിക്കിൾ 29 ആണ്. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് പ്രസിഡന്റ് ടു ഗ്രാൻഡ് പാർഡൺസ്? ഇപ്പം ഈ ദയാഹർജി ഒക്കെ ഉണ്ടല്ലോ, അതായത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഇവർക്ക് അപ്പീൽ ചെയ്യുക അല്ലേ. സുപ്രീം കോടതിയും വധശിക്ഷ, അതായത് ഇപ്പം നമുക്ക് ഒരു പ്രതിക്ക് ആദ്യം സാധാരണ കോടതിയിൽ പോവാം, അത് കഴിഞ്ഞ് സെഷൻസ് കോടതിയിൽ പോവാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോർട്ടിൽ പോവാം, ഡിസ്ട്രിക്ട് കോർട്ടിൽ പോവാം, ഹൈക്കോർട്ടിൽ പോവാം, സുപ്രീം കോർട്ടിൽ പോവാം, അതും കഴിഞ്ഞിട്ട് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇളവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹർജി കൊടുക്കണമെന്നത് പ്രസിഡൻറ്റിന് നേരിട്ട് ഹർജി കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രസിഡൻറ്റിന് നേരിട്ട് ഹർജി കൊടുക്കണം. പ്രസിഡൻറ്റ് പാർഡൺ പറഞ്ഞാൽ ക്ഷമ, ഓക്കെ, ക്ഷമ, പ്രസിഡൻറ്റിന് അത് ചെയ്യാം. അപ്പം അങ്ങനെ പറയുന്ന പ്രസിഡൻറ്റിന് ആ അധികാരമുണ്ട് എന്ന് പറയുന്ന ഏത് പ്രൊവിഷനാണ്? ആ ഒരു എംപവർമെൻറ്റ് പ്രസിഡൻറ്റിന് കൊടുത്തിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? നോക്കിക്കേ, ആർട്ടിക്കിൾ 72 ആണ്. ഓക്കെ, ഇതൊന്നും നമ്മൾ സാധാരണക്കാരൊരിക്കലും മറക്കരുതാത്ത
ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 150 പരം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഡൗട്ട്ഫുൾ ആയിരിക്കും, ദൈവമേ ഈശ്വര ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തോ. ശരിയാണ്, ഏകദേശം ഒരു 150-160 ക്വസ്റ്റ്യൻസോളം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ആളുകൾ ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രിപ്പയർ ചെയ്താൽ തന്നെ ഒരു എത്ര ക്വസ്റ്റ്യൻസ് ആയി. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരു 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തോരം ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികേറ മലയല്ല, അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമല്ല. അത് ആദ്യമേ തന്നെ എടുത്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മോർ സീരീസ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അടങ്ങുന്ന, ഇതിപ്പോൾ ആർട്ടിക്കിൾ ബേസിസ് ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾ ബേസിസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഫീൽഡ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെയുള്ള മറ്റ് ഫീൽഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു ചെറിയൊരു എഫേർട്ട് എൻ്റെ വഴിയിൽ നിന്ന് ഇട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഫീഡ്ബാക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് മാത്രമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, റോട്ട് മെമ്മറൈസേഷൻ അല്ല. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.